ദൃശ്യം 3 ഇന്നും തിരക്കുണ്ടോ? ഇത് നമ്മൾ നൈറ്റ് ഷോയ്ക്ക് പോയ തിരക്കാണ്. ഇന്നൊരു അവധി ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഷോസിനൊക്കെ നല്ല രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഉള്ളത്. ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ അവധി ദിനമെന്നോ വർക്കിംഗ് ഡേ എന്നോ ഇല്ല. ഇക്കഴിഞ്ഞ 10 ദിവസങ്ങളിലും രാവും പകലും നോക്കാതെ നല്ല രീതിയിലുള്ള തിരക്ക് തന്നെയായിരുന്നു ദൃശ്യം 3ക്ക്. ദൃശ്യം 3 ഒന്നുകൂടെ കാണാൻ വേണ്ടി പോയപ്പോൾ തിരക്കാണ് നിങ്ങളീ കാണുന്നത്. എന്തായാലും ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാം. അത്ര ഗംഭീരമായ തിരക്ക് തന്നെയാണ് തിയേറ്ററിൽ. നമുക്കറിയാം ദൃശ്യം 3 200 കോടി കടന്നു എന്നുള്ള കാര്യം. അതുകൂടാതെ മറ്റു പുതിയ സിനിമകൾ റിലീസാവുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ പോലും ലാലേട്ടൻ്റെ ഈ ഒരു ചിത്രം 1ഉം 2ഉം പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രേക്ഷകനും. അതിഗംഭീര പെർഫോമൻസ് ആണ് ലാലേട്ടൻ്റെ. എന്തായാലും ഇവിടെ ഗംഭീര തിരക്ക് തന്നെയാണ് ദൃശ്യം 3ക്കുള്ളത്. ഒരു നല്ല സിനിമ ആദ്യം കണ്ടപ്പോൾ എന്താണോ തോന്നിയത് അതിൽ നിന്ന് മുകളിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാച്ചിങ് ആണ്. അതെ, ലാലേട്ട പ്രകടനം തന്നെയാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഹെവി ആയിട്ടുള്ള വേഷം ഇത്ര സിമ്പിളായിട്ട് തോന്നുന്നതിൻ്റെ കാരണം അത് മറ്റൊന്നുമല്ല, ലാലേട്ടനായതുകൊണ്ട് തന്നെയാണ്. ഇത് നമ്മളെ ഇമോഷണലി ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തലത്തിലുള്ള ഒരു ഇതാണ്. എന്നിട്ടും അതിന് സിമ്പിളായിട്ട് ചെയ്യാൻ ലാലേട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാകാൻ. എന്താണെങ്കിലും ഈ ഒരു സിനിമ 200 കോടിയും കടന്ന് 300 കോടിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ എങ്ങനെയാണ് തിരക്കെന്നുള്ള കാര്യങ്ങളൊന്ന് പറയണേ. നിങ്ങൾ എവിടെയാണ് സിനിമ കണ്ടതെന്നുള്ള കാര്യങ്ങളും അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്ന സിനിമ എന്നുള്ള കാര്യങ്ങളും കമൻസിലൂടെ പറയുക. അതുപോലെ വിദേശത്ത് നിന്നാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെങ്കിൽ അവിടെയുള്ള എങ്ങനെയാണ് തിയേറ്റേഴ്സിലുള്ള തിരക്കെന്നുള്ള കാര്യങ്ങളും കമൻസിലൂടെ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.